നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കസ്തൂരി, കസ്തൂരിമാൻ എന്നെല്ലാം സാഹിത്യത്തിലും കലയിലും ആത്മീയതയിലും വൈദ്യത്തിലുമെല്ലാം ധാരാളം കേട്ടിട്ടുണ്ടാകും. ഈ വാക്കുകൾ സിനിമയ്ക്കും സീരിയലിനും കഥകൾക്കും ഗാനങ്ങൾക്കും സാഹിത്യത്തിനുമെല്ലാം വളരെ പ്രിയപ്പെട്ടതുമാണ്. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന മൃഗം കസ്തൂരിമാനാണ്. യഥാർത്ഥ കസ്തൂരിയെയും കസ്തൂരിമാനെയും കുറിച്ചുള്ള കഥകളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. മോഷിഡെ ജന്തു കുടുംബത്തിലെ മസ്കസ് കുടുംബത്തിൽപ്പെട്ട ഒരു സസ്തനിയാണ് കസ്തൂരിമാൻ. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. സംസ്കൃത ഭാഷയിൽ നിന്നാണ് കസ്തൂരി എന്ന വാക്ക് ഉണ്ടായത്. അതാകട്ടെ ചെറിയ വൃഷ്ണം എന്ന അർത്ഥത്തിലാണ് ഉണ്ടായത്. കാരണം കസ്തൂരിമാൻ്റെ ഗ്രന്ഥിക്ക് വൃഷ്ണഗ്രന്ഥിയുമായി സാമ്യമുണ്ടെന്നതാണ്. ഇംഗ്ലീഷിൽ ഇതിനെ മസ്ക് ഡിയർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഏഷ്യയിലെ ഹിമാലയൻ പ്രദേശങ്ങളിലും റഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലുമാണ് കസ്തൂരിമാൻ കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ത്യ, ചൈന, മ്യാൻമാർ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ കസ്തൂരിമാനുണ്ട്. ഹിമാലയത്തിലെ കസ്തൂരിമാൻ ആണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഈ പ്രദേശത്തെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളിൽ ഒന്നാണിത്. ഉത്തരാഖണ്ഡിലുള്ള കേദാർനാഥ് വന്യജീവി സങ്കേതത്തിലാണ് കസ്തൂരിമാനുകളെ ഏറ്റവും കൂടുതൽ ആയിട്ട് കാണപ്പെടുന്നത്. രൂപവരണം നോക്കാം. ഇതൊരു സസ്തനിയാണ് എന്ന് നേരത്തെ പറഞ്ഞു. കൊമ്പില്ലാത്ത ചെറിയ ഇനം മാനാണിവ. പിത്താശയമുള്ള ഏക മാൻവർഗമാണ് കസ്തൂരിമാൻ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോമ്പല്ലുകൾ ഇവയിൽ ആണിൻ്റെ പ്രത്യേകതയാണ്. പൃഷ്ഠഭാഗത്തും വിരലുകൾക്കിടയിലും ഗന്ധം പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികളുണ്ട്. എന്നാൽ പ്രായപൂർത്തിയായ ആണിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള ഗ്രന്ഥിയിൽ നിന്നാണ് മസ്ക് അഥവാ കസ്തൂരി ലഭിക്കുന്നത്. പരിണാമപരമായി ഇവ മാനുകളുടെ മുൻ തലമുറക്കാരാണെന്നാണ് ജീവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആൺ കസ്തൂരിമാൻ്റെ പ്രീപുറ്റിയൽ ഫോളിക്കിളുകളിൽ നിന്നുള്ള പ്രചോദനാത്മകവും ഉണങ്ങിയതുമായ സ്രവമാണ് കസ്തൂരി. 2 ഇഞ്ച് വ്യാസമുള്ള ഓവൽ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ഒരു സഞ്ചിയിലാണ് ഇത് ശേഖരിക്കപ്പെടുന്നത്. ഈ സഞ്ചിയുടെ മുകൾ ഭാഗം മിനുസമാർന്നതും പരന്നതുമാണ്. അടിഭാഗം ഉപരിതലത്തിൽ കട്ടിയുള്ള രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആദ്യ സമയത്ത് കസ്തൂരി ക്ഷീരമാണെങ്കിലും, അതായത് പാല് പോലെയാണെങ്കിലും, പിന്നീട് അത് വിസിഡായി മാറുകയും കറുപ്പോ ചുവപ്പ് കലർന്ന ഇളം തവിട്ടു നിറമോ ആയി മാറുകയും ചെയ്യുന്നു. ഇത് വളരെ കാലം ശക്തമായ സുഗന്ധം നിലനിർത്തുകയും കൈപ്പേറിയ സുഗന്ധമുള്ള രുചിയുണ്ടാക്കുകയും ചെയ്യുന്നു. കസ്തൂരിമാൻ്റെ ജീവിത രീതി നോക്കാം. മനുഷ്യവാസ മേഖലകളിൽ വരാതെ കാടുകളിൽ മാത്രമാണ് ഇവ വസിക്കുന്നത്. ഇവയിൽ ആൺമാനുകൾ ഇണയെ ആകർഷിക്കാനായി പുറപ്പെടുവിക്കുന്ന സുഗന്ധ വസ്തുവാണ് കസ്തൂരി. ആൺമാനിൻ്റെ വയറിനടിയിൽ 2 ചെറിയ രോമമുള്ള ഗ്രന്ഥികളുണ്ട്. ആ വളരെ ശക്തമായ മണം ഉള്ള കറുത്ത പദാർത്ഥത്തിൻ്റെ ചെറിയ ഉരുളകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതായത് കസ്തൂരി. ആൺമാൻ മാത്രമേ മസ്ക് അഥവാ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പൊതുവെ ജീവജാലങ്ങളിലെ സ്ത്രീലിംഗം ആകർഷകമായ സുഗന്ധദ്രവ്യത്തെ ഇഷ്ടപ്പെടുന്നവയാണ്, പ്രത്യേകിച്ച് മാൻവർഗ്ഗങ്ങൾ. ഈ തത്വമാണ് ഈ ജീവിത ശൈലി തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. ഈ സുഗന്ധമുള്ളിടത്തേക്ക് സ്ത്രീകളെത്തുമത്രേ. അങ്ങനെ ആൺ കസ്തൂരിമാൻ തൻ്റെ ഇണയെ ആകർഷിച്ച് ജീവിതം പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത്. ആത്മീയതയിലുള്ള കാര്യങ്ങളെ നോക്കാം. കസ്തൂരിമാൻ തൻ്റെ സ്വന്തം ഗന്ധത്തിൽ മത്തുപിടിച്ച് ആ ഗന്ധത്തിൻ്റെ ഉറവിടം തേടി കാടും മലകളും ചുറ്റിക്കറങ്ങുകയാണെന്നാണ് പൊതുവെ കരുതുന്നത്. ആ മനം മയക്കുന്ന സുഗന്ധം തൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുകയാണ് എന്ന സത്യം അതൊരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ന കാര്യം മനുഷ്യന് ഈ ലോകത്തെ ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ പായുന്നതുമായി പ്രതീകവൽക്കരിക്കാറുണ്ട്. അവൻ്റെ ഉള്ളിലുള്ള ഏറ്റവും നല്ല സുഗന്ധം നൽകുന്ന ആത്മീയത അത് അന്വേഷിച്ച് അവൻ ലൗകികതയുടെ പുറകെ പോവുകയാണ്. ഗൂഢമായി അവൻ്റെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഗന്ധമാണ് തിരിച്ചറിയേണ്ടത് എന്നതാണ് കസ്തൂരിമാൻ നൽകുന്ന ആത്മീയ പാഠം. ഒരാളുടെ ആത്മാവിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സ്വന്തത്തെ നോക്കുന്ന ആത്മീയ അനുഭൂതിയുടെ പ്രതീകാത്മകതയായി കസ്തൂരിമാൻ മാറുന്നു. കസ്തൂരിയുടെ ഉപയോഗങ്ങൾ നോക്കാം.
ഹിമാലയൻ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന മസ്കസ് മോസ്കിഫറസ് എന്ന മൃഗത്തിൽ നിന്നുള്ള സ്രവമാണ് കസ്തൂരി അഥവാ മസ്ക്. മാനസിക വൈകല്യങ്ങൾ, ന്യൂറോളജിക്കൽ രോഗങ്ങൾ, ഓക്കാനം, ഛർദി, ദുർഗന്ധം, ഹൃദയപേശികളെ ശക്തിപ്പെടുത്തൽ, ശ്വസന രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിൽ കസ്തൂരി ഉപയോഗിക്കാറുണ്ട്. പുരാതന കാലം മുതൽക്ക് തന്നെ സുഗന്ധവസ്തു നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തുവായി കസ്തൂരിയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ലോകത്തിൽ വെച്ച് മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് കസ്തൂരി. വിവിധ തരത്തിലുള്ള സസ്യങ്ങളും മൃഗങ്ങളും ഇതുപോലുള്ള ഗന്ധം പുറപ്പെടുവിക്കാറുണ്ട്. എന്നാലും അവ ഓരോന്നും രാസഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കും. പല സുഗന്ധലേപനങ്ങളുടെയും ഔഷധങ്ങളുടെയും അടിസ്ഥാന ഘടകമായി കസ്തൂരിമാൻ നൽകുന്ന ജൈവവസ്തുവായ കസ്തൂരി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ചരിത്രകഥകളെ നോക്കാം. കാളിദാസൻ തൻ്റെ ഋതുസംഹാരയിൽ കസ്തൂരിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതേറെക്കുറെ 4-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ ആണെന്ന് വിചാരിക്കുന്നു. അത്രയും പുരാതന കാലത്തെ കാലത്ത് തന്നെ കസ്തൂരി ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നു. എങ്കിലും ഇന്ത്യയിൽ ഒരു സുഗന്ധദ്രവ്യം എന്ന നിലയിൽ കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് സസ്യജന്യ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. ഇതൊരു മൃഗജന്യ സുഗന്ധദ്രവ്യമായിരുന്നതുകൊണ്ട് ഇന്ത്യയിൽ അത് സുഗന്ധദ്രവ്യത്തിനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. മറിച്ച് അത് ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാലത്ത് പാശ്ചാത്യ ലോകത്ത് കസ്തൂരി അജ്ഞാതമായിരുന്നു. AD 5-ാം നൂറ്റാണ്ടിൽ ടാൽമുഡിൽ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സുഗന്ധമായി കസ്തൂരിയെ പരാമർശിച്ചതിന് ശേഷമാണ് പാശ്ചാത്യ ലോകത്ത് കസ്തൂരി അറിയപ്പെടാൻ തുടങ്ങിയത്. 6-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് പരിവേഷകനായ കോസ്മാസ് ഇൻഡിക്കോപ്ലസ്റ്റസ് കസ്തൂരി ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അമൂല്യ സുഗന്ധ ഉൽപ്പന്നമായി ലോകത്തെ അറിയിച്ചു. താമസിയാതെ അറബ്, ഫ്രഞ്ച് പെർഫ്യൂം നിർമ്മാതാക്കൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. കസ്തൂരി ഒരു കാമഭ്രാന്തൻ എന്ന വിശേഷണം നേടുകയുണ്ടായി. ബാഗ്ദാദിലെ ഖലീഫമാർ സുഗന്ധങ്ങൾക്കും നിത്യയൗവനങ്ങൾക്കുള്ള മരുന്നായും ഇതിനെ ഉപയോഗിച്ചു തുടങ്ങി. 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിശ്വപ്രസിദ്ധ സുഗന്ധജ്ഞാനി അൽ കിണ്ടി തൻ്റെ സുഗന്ധദ്രവ്യക്കുറിപ്പിൽ ഇത് ഉൾപ്പെടുത്തി. കിഴക്ക് നിന്ന് അറേബ്യൻ കപ്പലുകൾ കൊണ്ടുവന്ന പ്രധാന ആഡംബര സുഗന്ധ ഇനങ്ങളിൽ ഒന്നായി കസ്തൂരി മാറുകയുണ്ടായി. 13-ാം നൂറ്റാണ്ടിൽ മാർക്കോപോളോ കാശ്മീരിലെത്തിയപ്പോൾ ഒരിക്കൽ കാട്ടിൽ നിന്ന് കാശ്മീർ രാജാവിൻ്റെ ഭൃത്യന്മാർ കസ്തൂരി ശേഖരിക്കുകയും മാർക്കോപോളോയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഉയർന്ന വിലയുണ്ടായിരുന്നിട്ടും 1979 വരെ സുഗന്ധദ്രവ്യങ്ങളിൽ കസ്തൂരി തൈലങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നു. പിന്നീട് അത് സിന്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കസ്തൂരി ഇനങ്ങളെ നോക്കാം. നിരവധി സിന്തറ്റിക് ഗുണങ്ങൾ സുഗന്ധ ദ്രവ്യങ്ങൾ മസ്കിൻ്റെ പേരിൽ, അതായത് കസ്തൂരിയുടെ പേരിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അവയൊന്നും ജൈവമല്ല. ജൈവമായ കസ്തൂരി ഇനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഒന്ന് കപില എന്ന് പറയുന്നതാണ്. അത് നേപ്പാളിലാണ് കൂടുതലായിട്ടുള്ളത്. 2 പിങ്കള എന്ന ഇനമാണ്. അത് മഞ്ഞ നിറമായിരിക്കും, ഇളം മഞ്ഞ അത് കാശ്മീരിൽ ലഭ്യമാണ്. 3-ാമത്തെ കൃഷ്ണ എന്നുള്ളതാണ്. കറുത്ത കസ്തൂരിമാനിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ഭൂട്ടാൻ, ചൈന, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ എന്നിവിടങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിന് 5 ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ 3 ഇനമാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇത് കൂടാതെ ചില ഇനങ്ങൾ കൂടിയുണ്ട്. 4-ാമത്തേത് ഖരിക എന്ന് പറയുന്ന ഇനമാണ്. കാഴ്ചയിൽ പുകതിലക പോലെയാണ് ഇരിക്കുക, അതായത് എള്ളു പോലെ. ഒപ്പം തന്നെ കുലത്തയുടെ വിത്തിനോട് സാമ്യമുള്ളതുമാണ്. 5-ാമത്തെ പിണ്ടിക എന്ന് പറയുന്ന ഇനമാണ്. അത് കുലത്തയേക്കാൾ അല്പം വലുതാണ്. 6-ാമത്തെ നാദിക എന്ന് പറയുന്ന ഇനമാണ്. അത് പിണ്ടികയേക്കാൾ അല്പം വലുതാണ്. അതിനൊരു പ്രത്യേകത, പുരുഷ കസ്തൂരിമാൻ്റെ മലാശയ ഭാഗത്ത് കാണുന്ന ഗ്രന്ഥിയിൽ നിന്നാണ് ശേഖരിക്കുക. ഇത് പ്രകൃതിയിൽ വളരെ തുളച്ചു കയറുകയും ഒരു പ്രത്യേക രീതി ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് എടുക്കുകയും ചെയ്യുന്നതാണ്. ഈ കസ്തൂരിയെയും കസ്തൂരിമാനെക്കുറിച്ചുള്ള ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.